നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് CPI നേതാവ് VS സുനിൽകുമാർ BJP നേതാവ് KR ഷാജിക്കും കുടുംബത്തിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഷാജിയും കുടുംബവും നേരത്തെ വരവൂർ പഞ്ചായത്തിലെ വോട്ടർമാരായിരുന്നുവെന്നും പിന്നീട് പൂങ്കുന്നത്തെ ഫ്ളാറ്റിലേക്ക് വോട്ടുകൾ മാറ്റിയെന്നും സുനിൽകുമാർ ആരോപിച്ചു. പൂങ്കുന്നത്തെ ഒരു ഫ്ളാറ്റിൽ 79 പേരെയും മറ്റൊരു ഫ്ളാറ്റിൽ 38 പേരെയും അനധികൃതമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കോൺഗ്രസ് നേതാവ് വത്സല ബാബുരാജും ആരോപിച്ചു. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ട്. ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടെസ്റ്റ് ടീം ക്യാപ്റ്റനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാലാണ് ഗില്ലിനെ T20യിലും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. കഴിഞ്ഞ T20 പരമ്പരയിൽ അസ്കർ പട്ടേൽ ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ. സെപ്റ്റംബർ 9 മുതൽ 28 വരെ UAE വെച്ചാണ് ഏഷ്യ കപ്പ് നടക്കുക. സെപ്റ്റംബർ 10 UAEക്കെതിരായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. പാകിസ്ഥാൻ സൈനിക മേധാവി ആസിം മുനീർ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് റിഫൈനറി സമുച്ചയത്തെയും റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയെയും ഭീഷണിപ്പെടുത്തി. അമേരിക്കയിൽ നടന്ന ഒരു ഔദ്യോഗിക പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹം ഈ ഭീഷണി മുഴക്കിയത്. ഇന്ത്യക്കെതിരെ സൈനിക സംഘർഷമുണ്ടായാൽ ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് മുനീർ ഭീഷണി മുഴക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നാണ് ജാംനഗറിലേത്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ഒരു സാക്ഷി വെളിപ്പെടുത്തിയ 13ാം നമ്പർ പോയിന്റിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഡ്രോൺ റഡാർ സർവേ നടത്തും. ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പരിശോധന നിർണായകമാകുന്നത്. ഈ പരിശോധനയിൽ മൃതദേഹ ഭാഗങ്ങളോ മറ്റു തെളിവുകളോ കണ്ടെത്തിയാൽ ആ ഭാഗങ്ങളിൽ വിശദമായ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കോട്ടയം മാങ്ങാനത്തെ ഒരു വില്ലയിൽ നിന്ന് 50 പവൻ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പൂട്ടുപൊളിക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഒരാളടങ്ങിയ 5 അംഗ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെത്തി. വില്ലയുടെ വാതിൽ കമ്പിപ്പാര ഉപയോഗിച്ച് പൊളിച്ചപ്പോൾ വെൽനസ് ക്ലിനിക്കിന്റെ ഇരുമ്പ് വാതിൽ പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് മുറിച്ചാണ് അകത്ത് കടന്നത്. മോഷണത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിനായി രൂക്ഷമായ ഗന്ധമുള്ള എന്തോ സ്പ്രേ ചെയ്തതായും സംശയിക്കുന്നു. US-ഉം ചൈനയും തമ്മിലുള്ള പുതിയ വ്യാപാര ഉടമ്പടി അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുൻപാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന അധിക തീരുവ 90 ദിവസത്തേക്ക് കൂടി നീട്ടിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത്. ട്രംപിന്റെ ഈ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് അയവ് വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാൾസ്ട്രീറ്റ് ജേണലും CNBC-യും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചൈന വളരെ നന്നായി പെരുമാറുന്നുണ്ടെന്നും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി തനിക്ക് മികച്ച ബന്ധമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായ പശ്ചാത്തലത്തിൽ കരമാർഗം വഴിയുള്ള ചില ബംഗ്ലാദേശ് ചണ ഉൽപ്പന്നങ്ങളുടെയും കയറുകളുടെയും ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെ വിജ്ഞാപനമനുസരിച്ച് തുറമുഖങ്ങൾ വഴി ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുമതിയുണ്ട്. ബ്ലീച്ച് ചെയ്തതും അല്ലാത്തതുമായ നെയ്ത തുണിത്തരങ്ങൾ, ചണത്തിന്റെ കയറുകൾ, ചാക്കുകൾ, ബാഗുകൾ എന്നിവയ്ക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക ആവശ്യപ്പെട്ട് കമൽഹാസൻ. രാജ്യത്തെ വോട്ടർ പട്ടികയുടെ സുതാര്യതയെ ചോദ്യം ചെയ്ത് മക്കൾ നീതി മയ്യം സ്ഥാപകൻ കമൽഹാസൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത്. സ്വതന്ത്ര പരിശോധന സാധ്യമാക്കുന്ന മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോട് രേഖാമൂലമുള്ള സത്യവാങ്മൂലം ആവശ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെയും കമൽഹാസൻ വിമർശിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.